താമരശ്ശേരിയിൽ നിന്നും പ്രവാസി യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ സ്വർണ്ണക്കടത്തല്ലെന്ന് ഷാഫിയുടെ മൊഴി. കൊടുവള്ളി സ്വദേശി സാലിയുമായുള്ള സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകാൻ കാരണം. പുറത്തുവന്ന വീഡിയോ സന്ദേശങ്ങൾ സത്യമല്ലെന്നും ഷാഫി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, താമരശ്ശേരിയിൽ നിന്നും പ്രവാസി യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ സ്വർണ്ണക്കടത്തല്ലെന്നാണ് ഷാഫിയുടെ മൊഴി. കഴിഞ്ഞ ദിവസം പോലീസ് പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയത് സ്വർണ്ണക്കടത്ത് സംഘമാണെന്നൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷാഫിയുടെ മൊഴി നൽകിയത് സ്വർണ്ണക്കടത്തല്ലെന്നാണ് ഷാഫിയുടെ മൊഴി നൽകിയത്. അതുപോലെ തന്നെ കൊടുവള്ളി സ്വദേശി സാലിയുമായുള്ള സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകാൻ കാരണമെന്നാണ് അന്വേഷണ സംഘത്തിന് ഷാഫി നൽകിയ മൊഴി. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ സ്വർണ്ണക്കടത്ത് സംഘമാണ് അതിന് പിന്നിടുന്ന രീതിയിലെല്ലാം തന്നെ നേരത്തെ എല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചകളെല്ലാം തന്നെ ആദ്യം ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഷാഫിയെ കർണാടകത്തിൽ നിന്ന് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം തന്നെ വൈകിട്ട് തന്നെ ഇന്നലെ വൈകിട്ടോടെ തന്നെ താമരശ്ശേരിയിൽ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരിക്കുന്നത്. തന്നെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ സ്വർണ്ണക്കടത്തല്ലെന്നാണ് ഷാഫി മൊഴി നൽകിയിരിക്കുന്നത്. കൊടുവള്ളി സ്വദേശിയുമായുള്ള സാമ്പത്തിക ഇടപാടാണ് കൊടുവള്ളി സ്വദേശി സാലിയുമായുള്ള സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകാൻ പ്രധാന കാരണം. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പുറത്തു വന്ന വീഡിയോ സന്ദേശങ്ങൾ സത്യമല്ലെന്നാണ് ഷാഫി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ഇത്തരത്തിലൊരു വലിയ രീതിയിൽ തന്നെ ഈ വീഡിയോകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഷാഫിയുടെ പുറത്തു വന്നിരുന്നു. അദ്ദേഹം അതിൽ പറഞ്ഞത് താനും സഹോദരനും ചേർന്ന് 80 കോടി രൂപയുടെ സ്വർണം കടത്തിക്കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത്. ഇതിന്റെ ബാക്കി വിവരങ്ങളെല്ലാം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയും വേഗം മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന ഒരു ഇതാണ് ആ വീഡിയോയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത്. 80 കോടി രൂപയുടെ സ്വർണം കടത്തിക്കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു ഈ ഷാഫിയുടേതായി പുറത്തു വന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെല്ലാം തന്നെ വ്യത്യസ്തമായി തന്നെയാണ് ഇന്നലെ ഷാഫി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. കൊടുവള്ളി സ്വദേശിയുമായുള്ള സാമ്പത്തിക ഇടപാടാണ് തന്നെ തട്ടിക്കൊണ്ടുപോകാൻ കാരണം. ഈ പുറത്തു വന്ന വീഡിയോ സന്ദേശങ്ങൾ സത്യമല്ലെന്നാണ് ഷാഫി മൊഴി നൽകിയിരിക്കുന്നത്. ഈ തിരോധാനത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണെന്ന ചർച്ചകൾ ആദ്യഘട്ടം മുതൽക്കേ ഉയർന്നു വന്നിരുന്നു. എന്നാൽ സ്വർണ്ണക്കടത്ത് സംഘമല്ല, ഈ സാമ്പത്തിക ഇടപാടാണ്, സാലിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകാൻ കാരണമെന്നാണ് ഷാഫി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത്. തന്റേതായി പുറത്തു വന്ന വീഡിയോ സന്ദേശങ്ങളിൽ വാസ്തവമില്ല എന്നും അപ്പൊ അന്വേഷണം വഴിതെറ്റിക്കാൻ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ 80 കോടി രൂപയുടെ സ്വർണം കടത്തിക്കൊണ്ടുവന്ന അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ വീഡിയോകളെല്ലാം തന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്, അന്വേഷണം വഴിതെറ്റിക്കാൻ തന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്നാണ് ഷാഫി മൊഴിയിൽ പറഞ്ഞത്. അതേസമയം ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പറ്റി വ്യക്തമായ ധാരണയുള്ളതായി കണ്ണൂർ റേഞ്ച് DIGയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അറസ്റ്റിലായ 4 പേർക്കും തട്ടിക്കൊണ്ടുപോകലിൽ വ്യക്തമായ പങ്കുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലായപ്പോഴാണ് ഷാഫിയെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന കാര്യത്തിലെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തട്ടിക്കൊണ്ടുപോയ സംഘം ഷാഫിയെ മൈസൂരിലേക്ക് ബസ്സിൽ കയറ്റി അയക്കുകയായിരുന്നു. മൈസൂരിലെത്തിയ ഷാഫി ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് തുടർന്ന് ബന്ധുക്കളെത്തിയാണ് ഷാഫിയെ തിരികെ നാട്ടിലെത്തിച്ചത്. ഈ താമരശ്ശേരിയിലെത്തിച്ച ഷാഫിയെ കൊയിലാണ്ടിയിൽ വെച്ച് അന്വേഷണ സംഘം വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. തുടർന്ന് വടകര റൂറൽ എസ് പി ഓഫീസിൽ എത്തിക്കുകയും പിന്നീട് വിവരങ്ങൾ ചോദിച്ചതിനു ശേഷം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി കുടുംബത്തോടൊപ്പം പറഞ്ഞയക്കുകയാണ്. ഇന്നിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയാനായിട്ട് ഷാഫിയെ അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് സാധ്യത. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഷാഫിയെ കർണാടകയിലുണ്ടെന്ന് കണ്ടെത്തിയത്. കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ബന്ധമുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ് ഷാഫി കടത്തിക്കൊണ്ടുപോയതെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഷാഫി കാണാതായിട്ട് 11 ദിവസമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കർണാടകയിൽ നിന്ന് ഷാഫിയെ കണ്ടെത്തുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഇന്നലെ ഈ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ വൈകിട്ടോടെ ഷാഫിയെ ഉച്ചയ്ക്ക് ശേഷം കണ്ടെത്തുന്നു. അതിനുശേഷം വൈകിട്ടാണ് ഇത്തരത്തിൽ ഷാഫിയെ അവിടുന്ന് കർണാടകത്തിൽ നിന്ന് തിരികെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് 4 പേരുടെ അറസ്റ്റും നേരത്തെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ഈ കസ്റ്റഡിയിലെടുത്ത കാസർഗോഡ് സ്വദേശികളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. മുഹമ്മദ് നൌഷാദ്, ഇസ്മായിൽ, ആസിഫ്, അബ്ദുറഹ്മാൻ, ഹുസൈൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഇതിനകത്തുണ്ട് എന്നൊരു കാര്യം കൂടി അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. ഈ 4 പേരുടെ അറസ്റ്റാണ് നിലവിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, താമരശ്ശേരിയിൽ നിന്നാണ് ഈ ഷാഫിയെ
തട്ടിക്കൊണ്ടു പോകുന്നത് സ്വർണ്ണക്കടത്ത് എന്ന രീതിയിലാണ് ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ട് പോകുന്നതിന് മുന്നിൽ സ്വർണ്ണക്കടത്ത് സംഘം എന്ന രീതിയിലാണ് ആദ്യം ചർച്ചകളെല്ലാം വന്നിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു സ്ഥിരീകരണം ഷാഫി കഴിഞ്ഞ ദിവസം പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘമല്ല, തന്നെ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടാണ് പ്രധാനമായുള്ള കാരണം. പുറത്തുവന്ന വീഡിയോ സന്ദേശങ്ങൾ, തന്റേതായി പുറത്തു വന്ന വീഡിയോ സന്ദേശങ്ങളെല്ലാം തന്നെ സത്യമല്ലെന്നും ഷാഫി മൊഴി നൽകി. അതോടൊപ്പം ഈ സാമ്പത്തിക ഇടപാടുകൾ ആണ് തട്ടിക്കൊണ്ടുപോകാൻ കാരണം. അതോടൊപ്പം പുറത്തുവന്ന വീഡിയോ സന്ദേശങ്ങളിൽ വാസ്തവമില്ല എന്നും അവ അന്വേഷണം വഴിതെറ്റിക്കാൻ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നുമാണ് ഷാഫി മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആതിര, അതുപോലെ തന്നെ ഉണ്ണി, അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് വേറെ വ്യക്തമായ പുതിയ വിശദീകരണങ്ങളൊന്നുമില്ല. ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പറ്റി വ്യക്തമായ ധാരണയുള്ളതായി കണ്ണൂർ റേഞ്ച് DIG പി വിമലാദിത്യ പറഞ്ഞിരുന്നു. അറസ്റ്റിലായ 4 പേർക്കും കഴിഞ്ഞ ദിവസം 4 പേരെ അറസ്റ്റിലായെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആ 4 പേർക്കും തട്ടിക്കൊണ്ടുപോകലിൽ വ്യക്തമായ പങ്കുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലായപ്പോഴാണ് ഷാഫിയെ വിട്ടയക്കാനുണ്ടായ ഒരു സാഹചര്യമെന്നാണ് കണ്ണൂർ റേഞ്ച് DIG പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ആദ്യം മൈസൂരിലേക്ക് ബസ് കയറ്റി അയക്കുകയായിരുന്നു. മൈസൂരിലെത്തിയ ഷാഫി ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് തുടർന്നാണ് കേരളത്തിലേക്ക് വരുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഷാഫിയെ കാണാതായതിനു ശേഷം ഷാഫിയുടേതായി കുറെ വീഡിയോ സന്ദേശങ്ങൾ പോലെ വരുന്നു. ആ വീഡിയോ സന്ദേശങ്ങളിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു 50 സെക്കൻഡ് വീഡിയോ വന്നിരുന്നു. ആ വീഡിയോ സന്ദേശത്തിൽ താനും സഹോദരനും ചേർന്ന് 80 കോടി രൂപയുടെ സ്വർണം കടത്തിക്കൊണ്ടുവന്നതായി ബന്ധപ്പെട്ടാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത്. ഇതിന്റെ ബാക്കി വിവരങ്ങളെല്ലാം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയും വേഗം മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന ഒരു വീഡിയോ ഷാഫി പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല. വീഡിയോയിൽ ഒരു കാര്യവും പറയുന്നില്ല. എന്നാൽ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ടുള്ള ഒരു മൊഴിയാണ് ഷാഫി കഴിഞ്ഞ ദിവസം. വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ. താമരശ്ശേരിയിൽ നിന്നും പ്രവാസി യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ സ്വർണ്ണക്കടത്തല്ലെന്ന് ഷാഫിയുടെ മൊഴി. കൊടുവള്ളി സ്വദേശി സാലിയുമായുള്ള സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകാൻ കാരണം. പുറത്തുവന്ന വീഡിയോ സന്ദേശങ്ങൾ സത്യമല്ലെന്നും ഷാഫി അന്വേഷണ സംഘത്തിന് മുൻ നൽകിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ.